എന്നിട്ട് ആശാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇതൊക്കെ പാഠമാണ്, ഇതിനെ അനുകരിച്ച് നടുനീള വനിതാ മാർച്ച് നടത്തിയാൽ വിജയിക്കുകയില്ല. അതായത് ഓരോ കാര്യവും നടത്തുമ്പോൾ ആ കാലവും ആ കാലത്തെ രാഷ്ട്രീയവും അതിൽ ചേർക്കുന്ന പ്രചരണത്തിലെ പുതുമയും വിജയിക്കുന്നതിൻ്റെ ഘടകമാകും. അതാണ് ഇപ്പോൾ വിജയിച്ചത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത വർഷമായപ്പോഴാണ് ഈ ബാബറി മസ്ജിദ് രാമജന്മഭൂമി പ്രശ്നം ഉയർന്നു വരുന്നത്. ആ പ്രശ്നം ഉയർന്നു വന്നപ്പോഴാണ് ഞങ്ങൾ ഈ രക്തപ്രതിജ്ഞ എന്ന് പറയുന്ന പരിപാടി കേരളത്തിൽ നടത്തിയത്. അത് DYFIയും AIYFും ഒരേ ദിവസം നടത്തിയ പരിപാടിയാണ്. നവംബർ 1-ാം തീയതിയാണ്. ആ നവംബർ 1-ാം തീയതി നടത്താൻ തീരുമാനിച്ചപ്പോൾ അതും ഇതുപോലെ ആശങ്ക ഉണ്ടായി. അവർ നടത്തുന്ന പോലെ പരിപാടി നമ്മൾ നടത്തിയാൽ. അപ്പോഴും ഞാൻ പറഞ്ഞു, അതല്ല, രക്തപ്രതിജ്ഞ വിജയിക്കും. അതിൻ്റെ കാര്യം, ഞങ്ങൾ ഇന്ത്യൻ ജനത രക്തം ചൊരിയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരു തുള്ളി രക്തം കൊണ്ട് പ്രതിജ്ഞ ചെയ്യുന്നത്. രാജ്യം രക്തസാക്ഷിയാവരുത്. അതിന് വേണമെങ്കിൽ നമ്മൾ നമ്മുടെ രക്തം കൊടുക്കണം.